മാസപ്പടി കേസിൽ വീണ വിജയൻ ഉടൻ സമൻസ് നൽകും. എക്സാലോജിക്കിനും വീണയ്ക്കും സമൻസ് നൽകുന്നതിൽ നിയമ തടസ്സമില്ല. CMRL നൽകിയ സേവനങ്ങൾ വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടാകും സമൻസ് നൽകുക. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, ഈ പറഞ്ഞതുപോലെ വീണ വിജയന് ഉടൻ ED സമൻസ് നൽകുന്ന സാഹചര്യം എന്തൊക്കെയാണ്? കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നത്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നു. ആ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് 22 ലക്ഷം രൂപ വീണ വിജയന്റെ എക്സലോജി കമ്പനിക്ക് നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു ഈ ചോദ്യം ചെയ്യലിനായി സമൻസ് നൽകിയത്. ഈ സമൻസ് ചോദ്യം ചെയ്തുകൊണ്ട് സിറ്റിസൺ കർത്ത ഹൈക്കോടതിയെ സമീപിച്ചു. ഈ സമൻസ് റദ്ദാക്കണമെന്നായിരുന്നു സിറ്റിസൺ കർത്തയുടെ ആവശ്യം. എന്നാൽ കോടതി വ്യക്തമാക്കിയത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഈ ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകാം. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യലുകളും തുടർ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിന് യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളുമില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഈ പശ്ചാത്തലത്തിൽ തുടർ നടപടികൾ കർശനമാക്കി മുന്നോട്ട് പോകാൻ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് ശശിധരൻ കർത്തയെ തിങ്കളാഴ്ച ചോദ്യം ചെയ്യുന്നതിനൊപ്പം തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിൽ വീണ വിജയന് കൂടി സമൻസ് നൽകുന്നത്. എക്സലോജി കമ്പനിയുടെ, അതായത് ശശിധരൻ കർത്തയുടെ CMRലുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്ന IT സൊല്യൂഷൻസ് കമ്പനിയായ എക്സലോജിക്കിന്റെ മാനേജിംഗ് ഡയറക്ടർ, ഒപ്പം തന്നെ അതിന്റെ ഉടമ എന്ന നിലയിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വേണ്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരുങ്ങുന്നത്. നേരത്തെ തന്നെ SFIO ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്ന ഘട്ടത്തിൽ അവരും വീണ വിജയനിൽ നിന്ന് വിവരങ്ങൾ തേടിയിരുന്നു. ഒപ്പം തന്നെ എക്സലോജിക്കിന്റെ ചില രേഖകൾ പരിശോധിച്ചിരുന്നു. CMRലിന്റെ രേഖകളുടെ പരിശോധനകൾ നടത്തിയിരുന്നു. ഇതിന്റെ എല്ലാം തുടർച്ചയായിട്ടാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ വരുന്ന ദിവസങ്ങളിൽ, അതായത് തിങ്കളാഴ്ചയ്ക്ക് ശേഷമുള്ള ഏറ്റവും അടുത്ത ദിവസം തന്നെ വീണ വിജയന് കൂടി സമൻസ് നൽകാൻ ഒരുങ്ങുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങൾ ഹാജരാക്കാനുള്ള ഒരു നിർദ്ദേശമാണ് നിലവിൽ CMRL MDക്ക് നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട പണം കൈമാറിയ ഇൻവോയ്സുകൾ, ഒപ്പം തന്നെ ലെഡ്ജർ അക്കൗണ്ട് എന്നിവയെല്ലാം തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകുമ്പോൾ നൽകണമെന്ന് ശശിധരൻ കർത്തയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് 3 പ്രതിനിധികളോട്, ചീഫ് ഫിനാൻസ് ഓഫീസർ അടക്കമുള്ള മറ്റ് 3 പ്രതിനിധികളോടും ഇത് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ വ്യക്തമാവുക എന്നത് തന്നെയാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും ഉള്ളത്. അതുപോലെ തന്നെ വീണ വിജയന് എക്സലോജിക് നൽകാൻ പോകുന്ന നിർദ്ദേശം, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എക്സലോജിക് കമ്പനിയിൽ നിന്ന് തേടാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്ന് പറയുന്നത് ഈ സാമ്പത്തിക ഇടപാടുകൾ എന്തിനായിരുന്നു, ഈ പണം സ്വീകരിച്ചത് എന്തിനാണ്, പണം സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് സേവനമാണ് എക്സലോജിക് കമ്പനി CMRL കമ്പനിക്ക് മറിച്ച് നൽകിയിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടായി വീണ വിജയന് നോട്ടീസ് നൽകുക. നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമ തടസ്സങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇല്ല എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൃത്യമായി നിയമോപദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾ ഇപ്പോൾ ED കൂടുതൽ ശക്തമാക്കിയിട്ടുള്ളത്. ലക്ഷ്മി, ഈ CMRൽ വൻതുക കൈപ്പറ്റിയവരെ കേന്ദ്രീകരിച്ചും കൂടി അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ഈ വീണ വിജയൻ എന്തൊക്കെ സേവനങ്ങളാണ് നൽകിയത് എന്നുള്ളതിൽ പരത്തി ഒരു മറുപടി അല്ലാതെ കൃത്യമായൊരു മറുപടി നൽകാൻ ഇതുവരെ സാധിച്ചിട്ടില്ലല്ലോ ജിജീഷ്. ഈ ചോദ്യം ചെയ്യൽ എത്രത്തോളം നിർണായകമാകും? ഈ സമൻസ് ലഭിക്കുമ്പോൾ അത് കൃത്യമായി ഹാജരാകാൻ വീണ വിജയൻ തയ്യാറാകുമോ? നമുക്കറിയാം, തോമസ് ഐസക്കൊക്കെ EDയുടെ ചോദ്യം ചെയ്യലിന് ഒഴിഞ്ഞു മാറി നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിരവധി തവണ കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഇനി അങ്ങനെ ഒരു നാടകം കൂടി കാണേണ്ടി വരില്ലേ എന്നുള്ളതാണ്. ലക്ഷ്മി, വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അത്തരം നീക്കങ്ങൾ പാളിപ്പോകാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് എത്രമാത്രം കോടതിയെ സമീപിച്ചുകൊണ്ട് തുടർ നടപടികളിലേക്ക് വീണ വിജയൻ കടക്കും എന്നതിൽ വ്യക്തതയില്ല. കാരണം നിലവിൽ സമാനമായ ഒരു നീക്കം CMRലും ഒപ്പം തന്നെ അതിന്റെ ഉടമ ശശിധരൻ കർത്തയും നടത്തിയ സാഹചര്യത്തിലും അതിന് തിരിച്ചടി നേരിട്ടിരിക്കുന്ന സാഹചര്യത്തിലും വീണ വിജയൻ അത്തരം നീക്കങ്ങളിലേക്ക് നടക്കുമോ എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി കാത്തിരിക്കുന്നത്. മാത്രമല്ല, കർണാടക ഹൈക്കോടതി നേരത്തെ SFIO കേസുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് വീണ വിജയന്റെ എക്സലോജിക്കുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി SFIOയ്ക്ക് മുന്നോട്ട് പോകാം, അത് തടസ്സപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് തന്നെയായിരുന്നു. ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനി എന്ന നിലയിൽ അവിടെയുള്ള കർണാടക ഹൈക്കോടതിയെ വീണ വിജയനും എക്സലോജിക്കും സമീപിച്ചപ്പോൾ കർണാടക ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന മറുപടി അതിന് സമാനമായ ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് CMRന് ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. മാത്രമല്ല, KSIDCയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി കേസുകൾ പരിഗണിക്കുന്ന
ഘട്ടത്തിൽ KSIDCക്ക് നൽകിയ നിർദ്ദേശം എന്ന് പറയുന്നതും ഈ കേസിലെ അന്വേഷണവുമായി സഹകരിക്കുക, ഈ കേസുമായി ബന്ധപ്പെട്ട നൽകാൻ കഴിയുന്ന വിവരങ്ങൾ കൈമാറി മുന്നോട്ട് പോവുക, അന്വേഷണം തടസ്സപ്പെടുത്താൻ കഴിയില്ല, അന്വേഷണം തടസ്സപ്പെടുത്തേണ്ട സാഹചര്യമില്ല, പ്രാഥമിക അന്വേഷണമാണ് നടത്തുന്നത് എന്നതായിരുന്നു SFIയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. അതുതന്നെയാണ് അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിലും ബാധകമാണ്. കാരണം അവരും നടത്തുന്നത് പ്രാഥമികമായ അന്വേഷണമാണ്, പ്രധാനപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ച് മുന്നോട്ട് പോവുക എന്ന ഒരു നടപടി തന്നെയാണ് ഈ ഘട്ടത്തിൽ കടക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രാഥമിക അന്വേഷണത്തെ തടസ്സപ്പെടുത്തേണ്ടതില്ല എന്ന് തന്നെയാണ് കോടതി നിലവിൽ നിരീക്ഷിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ വീണ വിജയനും ഈ സമൻസ് പ്രകാരം ഹാജരാകേണ്ടി വരും. തുടരന്വേഷണത്തിൽ പ്രധാനമായും അന്വേഷണ സംഘത്തോട് സഹകരിച്ച് മുന്നോട്ട് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യവും പശ്ചാത്തലവും തന്നെയാണ് നിലവിലുള്ളത്. ലക്ഷ്മി, ജിജീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.